വെൽക്കം ടു ദ വീഡിയോ. ഈ വീഡിയോയിൽ ഇൻവേർഷൻ എന്നുള്ളതാണ് ടോപ്പിക്. എന്താണ് ഇൻവേർഷൻ? ഇൻ ദിസ് വി ചേഞ്ച് ദ നോർമൽ സബ്ജക്ട് വെർബ് സ്ട്രക്ചർ. ഇൻവേർഷൻ നടത്തുക എന്ന് പറയുമ്പോൾ അതിലത്തെ ഇംഗ്ലീഷ് ഗ്രാമറിൽ ഇപ്പോൾ സെന്റൻസുകളിലത്തെ സബ്ജക്ട് വെർബിന്റെ അതിന്റെ സ്ട്രക്ചറിൽ മാറ്റം വരുത്തുക എന്നുള്ളതാണ്. സബ്ജക്ട് കഴിഞ്ഞിട്ടാണ് വെർബ് വരിക നോർമൽ സെന്റൻസുകളിലെല്ലാം തന്നെ. അതിൽ മാറ്റം വരുത്തുകയാണ് ഇൻവേർഷനിലൂടെ. എ വിന്നർ കംസ് എന്നുള്ളത് ഒരു നോർമൽ സെന്റൻസ് ആണ്. സബ്ജക്റ്റ് ഏതാണ്? എ വിന്നർ. കംസ് എന്നുള്ളത് വെർബ്, ഒരു വിജയി വരുന്നു എന്നുള്ളത്. എന്നാൽ ഇതിനെ ഇൻവേർഷൻ നടത്തിയപ്പോൾ എങ്ങനെ മാറ്റം വന്നു? ഹിയർ കംസ് എ വിന്നർ, വരുന്നു ഒരു വിജയി എന്നാക്കി മാറ്റി. അങ്ങനെ ചില അവസരങ്ങളിൽ ഇൻവേർഷൻ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ ഇൻവേർഷൻ എങ്ങനെയാ ചെയ്യുക? സാധാരണ നോർമൽ വേർഡ് ഓർഡറിന് മാറ്റം വരുത്തുന്നു. സബ്ജക്ട് വെർബ് SVO SVC എന്നുകൊണ്ട് 7 സെന്റൻസ് പാറ്റേൺ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിലെല്ലാം SVയിലാണ് തുടങ്ങുന്നത്. S എന്ന് വെച്ചാൽ സബ്ജക്ട്, വെർബ്, V എന്ന് വെച്ചാൽ വെർബ്. എന്നാൽ ഇൻവേർഷൻ നടത്തപ്പെട്ടാൽ അതിന് വെർബ് ഫസ്റ്റ് വരും, അതിനുശേഷം സബ്ജക്ട്. ഹിയർ കംസ് എ വിന്നർ, അതില് വെർബാണ് കംസ് എന്നുള്ളത്, അതിനുശേഷമാണ് സബ്ജക്റ്റ് ആയ എ വിന്നർ. പക്ഷെ ഈ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കുന്നത് കണ്ടീഷണൽ സെന്റൻസുകളിൽ എങ്ങനെയാണ് ഇൻവേർഷൻ നടക്കുന്നത് എന്നതാണ്. ഇൻവേർഷൻ ടേൺ സംതിങ് അപ്സൈഡ് ഡൗൺ ഇൻ ഓപ്പോസിറ്റ് ഓർഡർ. എന്തെങ്കിലും തിരിച്ചിടുക എന്നുള്ളതാണ്. അപ്സൈഡ് ഡൗൺ ആക്കുക അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഓർഡറിലാക്കുക എന്നുള്ളതാണ് ഇൻവേർഷൻ എന്നുള്ളതിന്റെ അർത്ഥം. യു ആർ എ ഡോക്ടർ, അതൊരു നോർമൽ സെന്റൻസ് ആണ്, സബ്ജക്റ്റ് ആണ്. യു ആർ എന്നുള്ളത് വെർബാണ്. SVC എന്ന് പറയുന്ന സെന്റൻസ് പാറ്റേൺ ആണ്. ഇത് എല്ലാ സെന്റൻസുകളിലും സബ്ജക്റ്റിന് ശേഷമാണ് വെർബ് വരിക. എന്നാൽ ക്വസ്റ്റ്യനുകളിൽ അങ്ങനെയല്ല. ക്വസ്റ്റ്യന്റെ സ്ട്രക്ചർ എൻറ്റയർലി ഡിഫറെന്റ് ആണ്. വെർബ് കഴിഞ്ഞിട്ടാണ് സബ്ജക്റ്റ് വരിക. പക്ഷെ മറ്റ് സെന്റൻസുകളിലെല്ലാം തന്നെ സബ്ജക്റ്റ് കഴിഞ്ഞിട്ടാണ് വെർബ് വരിക. ആർ യു എ ഡോക്ടർ എന്ന് പറയുമ്പോൾ അത് ഇന്ററോഗേറ്റീവ് സെന്റൻസ് അഥവാ ക്വസ്റ്റ്യൻ ആണ്. അതിൽ വെർബ് കഴിഞ്ഞിട്ട് സബ്ജക്റ്റ് വരുന്നു. എന്നാൽ സാധാരണ സെന്റൻസുകളിലെല്ലാം തന്നെ സബ്ജക്റ്റ് കഴിഞ്ഞിട്ടാണ് വെർബ് വരിക. അപ്പൊ ഈ സാധാരണ സെന്റൻസുകളിലും ചില സമയങ്ങളിൽ വെർബിന് ശേഷം സബ്ജക്റ്റ് വരാറുണ്ട്. അത് ഇൻവേർഷൻ നടക്കുന്നത് കൊണ്ടാണ്. ഐ ഹാവ് നെവർ ലൈക്ക്ഡ് സ്വിമ്മിങ്, ഞാൻ ഒരിക്കലും സ്വിമ്മിങ് ഇഷ്ടപ്പെട്ടിരുന്നില്ല എന്ന് പറയാണ്. അതൊരു നോർമൽ സെന്റൻസ് ആണ്. അപ്പൊ കൂടെ നിൽക്കുന്ന നമ്മുടെ ഫ്രണ്ട് പറയണം നോർ ഹാവ് ഐ, അതായത് അത് ഉദ്ദേശിച്ചത് ഞാനും എന്നുള്ളതാണ്. ഞാനും അതേപോലെ തന്നെ. അവിടെ നോർ ഹാവ് ഐ എന്നുള്ള ആ ഒരു ആൻസറില്, ആ ഒരു സെന്റൻസില് ഇൻവേർഷൻ നടന്നു. ഹാവ് കഴിഞ്ഞിട്ടാണ് സബ്ജക്റ്റ്. ഐ ഹാവ് എന്നല്ല പറഞ്ഞത്, നോർ ഹാവ് ഐ. there goes my friend, ഇതും ഇൻവേർട്ടഡ് ആണ്. രണ്ട് വ്യക്തികൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിലത്തെ ഒരു വ്യക്തിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ദൂരെ പോകുന്നു. അപ്പൊ അയാൾ പറയാണ് there goes my friend, അതാ പോകുന്നു എൻ്റെ ഫ്രണ്ട്. ഇവിടെ ഗോസ് എന്നുള്ള വെർബ് കഴിഞ്ഞിട്ടാണ് മൈ ഫ്രണ്ട് എന്നുള്ള സബ്ജക്റ്റ് വന്നിരിക്കുന്നത്. അപ്പൊ അത് ഇൻവേർഷൻ നടന്നു. ഇതൊരു സാധാരണ സെന്റൻസ് ആണെങ്കിൽ മൈ ഫ്രണ്ട് ഗോസ് there, എൻ്റെ ഫ്രണ്ട് അതാ പോകുന്നു. ഇവിടെ ഗോസ് എന്നുള്ള വെർബ് കഴിഞ്ഞിട്ട് മൈ ഫ്രണ്ട് എന്ന് വന്നിരിക്കുന്നു. ഇൻവേർഷൻ നടന്നു. ചില പ്രത്യേക അവസരങ്ങൾ എംഫസൈസ് കൊടുക്കാൻ വേണ്ടിയിട്ടും ഡ്രാമാറ്റിക് എക്സ്പ്രഷന് വേണ്ടിയിട്ടും ഫോർമൽ ടോക്കിങ്ങിലൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഔപചാരികമായിട്ട് കുറച്ച് കൂടുതൽ പ്രാധാന്യത്തോട് സംസാരിക്കുമ്പോൾ ചില അവസരങ്ങളിൽ. ഇൻ ഇൻവേർഷൻ വി ചേഞ്ച് ദ നോർമൽ സബ്ജക്ട് വെർബ് സ്ട്രക്ചർ. ഇൻവേർഷനിലൂടെ നമ്മൾ എന്താ ചെയ്യുന്നത്? സബ്ജക്റ്റിന്റെയും വെർബിന്റെയും സ്ട്രക്ചറിൽ മാറ്റം വരുത്തുകയാണ്. നോർമൽ ആയിട്ടുള്ള സബ്ജക്ട് വെർബ് സ്ട്രക്ചറിൽ മാറ്റം വരുത്തിക്കൊണ്ട് ഉപയോഗിക്കുകയാണ് ഇൻവേർഷനിലൂടെ. ഇപ്പൊ മലയാളത്തിലും അത് ഉപയോഗിക്കപ്പെടുന്നുണ്ട്. ഇപ്പൊ ഒരു വീട്ടിലൊരു സാധനം കാണാതെ പോയി, വളരെ വിലപിടിപ്പുള്ള ഒരു സാധനമാണ് കാണാതെ പോയത്. അപ്പൊ 4-5 ആൾക്കാർ, അടുത്ത വീട്ടുകാരൊക്കെ വന്നത് തിരയുണ്ട്. ഒരു അരമണിക്കൂർ 1 മണിക്കൂറായിട്ടും അത് കിട്ടിയില്ല. അപ്പൊ അതില് തെരഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഒരാൾക്ക് അത് കിട്ടി. അയാൾ പെട്ടെന്ന് പറയാണ് കണ്ടു ഞാൻ എന്ന് പറയുമ്പോൾ എല്ലാവരുടെ ശ്രദ്ധയും അവിടേക്ക് പോകും. അവിടെ കണ്ടു ഞാൻ എന്ന് പറയുന്ന ആ ഒരു വേർഡ് ഇൻവേർട്ടഡ് ആണ്. കണ്ടു എന്നുള്ള ആക്ഷൻ കഴിഞ്ഞിട്ടാണ് സബ്ജക്റ്റായി ഞാൻ വന്നിരിക്കുന്നത്. അപ്പൊ എല്ലാവിടെയും നമ്മൾ പറയാറുണ്ട്, നമ്മൾ അതത്ര ശ്രദ്ധിക്കാറില്ല എന്ന് മാത്രം. ഇൻവേർഷൻ എന്ന് പറയുമ്പോൾ അത് വെർബ് കഴിഞ്ഞിട്ട്, കണ്ടു എന്നുള്ള ആക്ഷൻ കഴിഞ്ഞിട്ടാണ് ഞാൻ എന്നുള്ള സബ്ജക്റ്റ് വന്നിരിക്കുന്നത്. കണ്ടു ഞാൻ, അവിടെ ആ പ്രാധാന്യം വെളിപ്പെടുത്തുന്നതിനാണ് കണ്ടു ഞാൻ അല്ലെങ്കിൽ കേട്ടു ഞാൻ
എന്നൊക്കെ പറയാം. അതൊക്കെ ഇൻവേർഷൻ ആണ്. ഇൻവേർഷൻ ഇൻ കണ്ടീഷണൽ സെന്റൻസ്. അപ്പൊ കണ്ടീഷണൽ സെന്റൻസുകളിലെ ഇൻവേർഷൻ ആണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കാൻ പോകുന്നത്. കണ്ടീഷണൽ സെന്റൻസ് എന്ന് വെച്ചാൽ 4 ടൈപ്സ് ഓഫ് കണ്ടീഷണൽ സെന്റൻസസ് ഉണ്ട്. സീറോ ടൈപ്പ്, ഫസ്റ്റ് ടൈപ്പ്, സെക്കൻഡ് ടൈപ്പ് ആൻഡ് ദ തേർഡ് ടൈപ്പ്. ഇഫ് ഐ ഹാഡ് എ കാർ ഐ വുഡ് ഡ്രോപ്പ് യു. ഇത് സെക്കൻഡ് കണ്ടീഷനിലാണ്. കണ്ടീഷണൽ സെന്റൻസുകളൊക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇഫ് ഐ ഹാഡ് എ കാർ ഐ വുഡ് ഡ്രോപ്പ് യു. എനിക്കൊരു കാർ ഉണ്ടായിരുന്നെങ്കിൽ നിന്നെ ഞാൻ ഡ്രോപ്പ് ചെയ്യുമായിരുന്നു എന്ന് പറയുന്ന സെക്കൻഡ് കണ്ടീഷണൽ. അപ്പൊ ഇത് ഇൻവേർഷൻ നടക്കുകയാണെങ്കിൽ, ഇൻവേർട്ടഡ് സെന്റൻസ് ആക്കി മാറ്റുകയാണെങ്കിൽ ഹാഡ് ഐ എ കാർ ഐ വുഡ് ഡ്രോപ്പ് യു എന്നാവും. അപ്പൊ എന്താണ് ഇവിടെ മാറ്റം നടന്നിരിക്കുന്നത്? ഈഫിനെ റിമൂവ് ചെയ്യുക, ഹാഡ് എന്നുള്ളതിനെ ഫസ്റ്റ് കൊണ്ടുവന്നുകൊണ്ട് സെക്കൻഡ് സബ്ജക്റ്റ് ആയ ഐ എഴുതുക. ആ ഒരു മാറ്റം മാത്രമേ ഉള്ളൂ. ബാക്കി വേർഡുകളിലൊന്നും മാറ്റൂല. ഹാഡ് ഐ എ കാർ ഐ വുഡ് ഡ്രോപ്പ് യു. ഉണ്ടായിരുന്നു എനിക്കൊരു കാറെങ്കിൽ തന്നെ ഞാൻ ഡ്രോപ്പ് ചെയ്യുമായിരുന്നു. Inversion is used in conditional sentences where if is replaced by should, were and had. അപ്പോൾ should, were, had ഇത് മൂന്നും ഉണ്ടെങ്കിലാണ് നമുക്ക് അതിനെ ഇൻവേർഷൻ നടത്താൻ പറ്റുള്ളൂ. അപ്പൊ ഈ എന്താണ് കണ്ടീഷണൽ സെന്റൻസ് എന്ന് വെച്ചാൽ, കണ്ടീഷണൽ സെന്റൻസുകളിലെല്ലാം തന്നെ ഒരു if ക്ലോസും ഉണ്ട്, മെയിൻ ക്ലോസും ഉണ്ട്. അതിൽ if ക്ലോസിൽ മാത്രമാണ് ഇൻവേർഷൻ നടക്കുക. നമുക്കതിനെ മാറ്റാൻ പറ്റുള്ളൂ. ഇൻവേർഷൻ നടക്കണമെങ്കിൽ അത് ഇഫ് ക്ലോസിലാവണം. മെയിൻ ക്ലോസിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇഫ് ക്ലോസിൽ ഇഫിനെ റിമൂവ് ചെയ്യുക, വെർബ് വേർ ഫസ്റ്റ് എഴുതുക, അതിനുശേഷം ഐ എഴുതുക. ഇഫ് ഐ വർ റിച്ച് ഐ വുഡ് ഹെൽപ്പ് ദ പുവർ. ഞാൻ റിച്ച് ആയിരുന്നെങ്കിൽ പാവപ്പെട്ടവരെ സഹായിക്കുമായിരുന്നു, ഹെൽപ്പ് ചെയ്യുമായിരുന്നു എന്ന് പറയുന്ന ഈ സെന്റൻസ് കണ്ടീഷണൽ സെന്റൻസ്, സെക്കൻഡ് കണ്ടീഷണൽ സെന്റൻസ്. എങ്ങനെയാണ് ഇൻവേർഷൻ നടക്കുക? ഇൻവേർട്ടഡ് സെന്റൻസ് ആക്കി മാറ്റുക. ഈഫിനെ റിമൂവ് ചെയ്തുകൊണ്ട് വേറെ എന്നുള്ളതിനെ ഫസ്റ്റ് എഴുതുക, സെക്കൻഡ് ഐ എന്നുള്ള സബ്ജക്റ്റ് വരും. വെർബ് കഴിഞ്ഞിട്ടാണ് സബ്ജക്റ്റ്. വേർ ഐ റീച്ച് ഐ വുഡ് ഹെൽപ്പ് ദ പുവർ. ആയിരുന്നു ഞാൻ പണക്കാരനെങ്കിൽ, ആയിരുന്നു ഞാൻ റിച്ച് എങ്കിൽ ഐ വുഡ് ഹെൽപ്പ് ദ പുവർ. ആൾക്കാരെ ഞാൻ ഹെൽപ്പ് ചെയ്യുമായിരുന്നു. അപ്പൊ ഈ എന്തിനാണ് ഇൻവേർഷൻ ഉപയോഗിക്കുന്നത് വെച്ചാൽ എംഫസൈസ് കൊടുക്കുകയാണ്. ആയിരുന്നു ആ ആക്ഷന്, അല്ലെങ്കിൽ ഡ്രമാറ്റിക് എക്സ്പ്രഷൻ, അങ്ങനെയുള്ള അവസരങ്ങളിലൊക്കെ ഇത് ഉപയോഗിക്കാറുണ്ട്, ഇൻവേർഷൻ. എക്സാമ്പിൾസ്: ഇഫ് വി ഹാഡ് കം ഏർലിയർ വി വുഡ് ഹാവ് മെറ്റ് അവർ ടീച്ചർ. ഇത് തേർഡ് കണ്ടീഷണൽ സെന്റൻസ് ആണ്. ഇഫ് വി ഹാഡ്, നമ്മൾ നേരത്തെ വന്നിരുന്നുവെങ്കിൽ നമ്മൾക്ക് നമ്മുടെ ടീച്ചറെ കാണാൻ പറ്റുമായിരുന്നു എന്ന് പറയുന്ന ഈ സെന്റൻസിൽ എങ്ങനെയാണ് ഇൻവേർട്ടഡ് സെന്റൻസ് ആക്കുക? ഈഫ് എന്നുള്ളതിനെ റിമൂവ് ചെയ്യുക, ഹാഡിനെ ഫസ്റ്റ് കൊണ്ടുവരിക, വി എന്നുള്ള സബ്ജക്റ്റിനെ സെക്കൻഡിലേക്ക് മാറ്റുക. ബാക്കി വേറെ ഒന്നിലും മാറ്റം വരുത്തരുത്. ഹാഡ് വി കം ഏർലിയർ വി വുഡ് ഹാവ് മെറ്റ് അവർ ടീച്ചർ. നേരത്തെ വന്നിരുന്നുവെങ്കിൽ നമുക്ക് ടീച്ചറെ കാണാൻ പറ്റുമായിരുന്നു. ഹാഡ് വി കം ഏർലിയർ. അങ്ങനെ ഹാഡിനെ ഫസ്റ്റ് എഴുതി. വളരെ ഈസിയാണ് കണ്ടീഷണൽ സെന്റൻസസുകളിലെ ഇൻവേർഷൻ. ഇഫ് ഐ ഹാഡ് നോൺ യു വർ കമ്മിങ് ഐ വുഡ് ഹാവ് ബേക്ക്ഡ് എ കേക്ക്. നീ വരുന്ന കാര്യം ഞാൻ അറിഞ്ഞിരുന്നുവെങ്കിൽ നിനക്കൊരു കേക്ക് ഞാൻ ബേക്ക് ചെയ്യുമായിരുന്നു. തേർഡ് കണ്ടീഷണൽ തന്നെ. അപ്പൊ ഇവിടെയും ഈഫിനെ റിമൂവ് ചെയ്യുക, ഹാഡിനെ ഫസ്റ്റ് എഴുതുക, ഐ എന്നുള്ള സബ്ജക്റ്റിനെ സെക്കൻഡ് കൊണ്ടുവരിക. വേറെ ഒരു മാറ്റവും ഇല്ല. ഹാഡ് ഐ നോൺ യു വർ കമ്മിങ് ഐ വുഡ് ഹാവ് ബേക്ക്ഡ് എ കേക്ക്. അറിഞ്ഞിരുന്നു ഞാൻ നീ വരുന്ന കാര്യം എങ്കിൽ നിനക്ക് വേണ്ടി ഒരു കേക്ക് ഞാൻ ബേക്ക് ചെയ്യുമായിരുന്നു. When the verb to be inverted, invert ചെയ്യപ്പെടുന്ന വെർബ് നെഗറ്റീവ് ആണെങ്കിൽ എവിടെയാണ് നമ്മൾ നോട്ട് ചേർക്കുക? We put not after the subject. സബ്ജക്റ്റിന് ശേഷമാണ് നോട്ട് ചേർക്കേണ്ടത്. If they had not played well, they wouldn't have won the match. അവർ നന്നായി കളിച്ചിരുന്നില്ലായിരുന്നു എങ്കിൽ ജയിക്കില്ലായിരുന്നു, മാച്ച് ജയിക്കില്ലായിരുന്നു. ഇത് നെഗറ്റീവ് കണ്ടീഷണൽ സെന്റൻസ് ആണ്, പക്ഷെ നെഗറ്റീവ് സെന്റൻസ് ആണ്. ഇതിനെ എങ്ങനെയാ മാറ്റുക? ഇഫ് റിമൂവ് ചെയ്യുക, ഹാഡിനെ ഫസ്റ്റ് കൊണ്ടുവരിക, ദേനെ സെക്കൻഡ് കൊണ്ടുപോവുക. അതിനുശേഷം നോട്ട് പ്ലേഡ് വെൽ. ദേ കഴിഞ്ഞിട്ട് സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് വേറെ ഒന്നിലും മാറ്റം വരില്ല. നോട്ട് പ്ലേഡ് വെൽ ദേ വുഡ് ഹാവ് വൺ ദ മാച്ച്. ഹാഡ് ദേ നോട്ട് പ്ലേഡ് വെൽ ദേ വുഡന്റ് ഹാവ് വൺ ദ മാച്ച്. If I had not studied well at school I would
not have entered the university. സ്കൂളിൽ ഞാൻ നന്നായി പഠിച്ചില്ലായിരുന്നു എങ്കിൽ ഞാൻ യൂണിവേഴ്സിറ്റിയിൽ പോകില്ലായിരുന്നു, എൻ്റർ ആവില്ലായിരുന്നു. നെഗറ്റീവ് സെന്റൻസ്. അപ്പോൾ സബ്ജക്റ്റ് കഴിഞ്ഞിട്ടാണ് നോട്ട് ചേർക്കുക. അപ്പോൾ ഈഫിനെ മാറ്റുക, ഹാഡിനെ ഫസ്റ്റ് എഴുതുക, സബ്ജക്റ്റ് ഐ എസ് സെക്കൻഡ് കൊണ്ടുവന്നുകൊണ്ട് നോട്ട് എഴുതുക. Had I not studied well at school, I would not have entered the university. ഇങ്ങനെയാണ് കണ്ടീഷണൽ സെന്റൻസുകളിൽ ഇൻവേർഷൻ നടക്കുന്നത്. If you should need my help, just call me. നിനക്ക് എൻ്റെ ഹെൽപ്പ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കൂ എന്ന് പറയുന്ന ഈ കണ്ടീഷണൽ സെന്റൻസ് എങ്ങനെ ഇൻവേർട്ട് ചെയ്യാം? ഇൻവേർഷൻ എങ്ങനെ നടത്തുക? ഈഫിനെ മാറ്റുക, ഷുഡിനെ ഫസ്റ്റ് എഴുതുക, യുവിനെ സെക്കൻഡ് കൊണ്ടുപോവുക. ഷുഡ് യു നീഡ് മൈ ഹെൽപ്പ്, ജസ്റ്റ് കോൾ മീ. ആവശ്യമുണ്ട് നിനക്ക് എൻ്റെ ഹെൽപ്പെങ്കിൽ എന്നെ വിളിക്കൂ എന്ന് പറയുന്ന ഈ കണ്ടീഷണൽ സെന്റൻസ് ഇൻവേർഷൻ ചെയ്യുന്നു. ഷുഡ്, വേർ, ഹാഡ് ഇതൊക്കെ വന്നാൽ വേഗം ഇൻവേർഷൻ നമുക്ക് ചെയ്യാവുന്നതാണ്. വളരെ ഈസിയാണ്. ഈഫ് റിമൂവ് ചെയ്യുക, ഈഫ് ക്ലോസിലത്തെ ഈഫ്, എന്നിട്ട് ഇൻവേർഷൻ. വെർബിനെ ഫസ്റ്റ് കൊണ്ടുവരിക, ഷുഡിനെ ഫസ്റ്റ് കൊണ്ടുവരിക, സബ്ജക്റ്റിനെ സെക്കൻഡ് കൊണ്ടുപോവുക. If I were a lion, I would kill the animals in the forest. ഞാനൊരു ലയൺ ആയിരുന്നെങ്കിൽ, സിംഹമായിരുന്നെങ്കിൽ ഫോറസ്റ്റിലത്തെ അനിമൽസിനെ എല്ലാം കൊല്ലുമായിരുന്നു എന്ന് പറയുന്ന ഈ കണ്ടീഷണൽ സെന്റൻസ്, സെക്കൻഡ് കണ്ടീഷണൽ, എങ്ങനെയാണ് ഇൻവേർഷൻ നടക്കുക? ഇൻവേർട്ടഡ് സെന്റൻസ് ആക്കുക. ഈഫിനെ റിമൂവ് ചെയ്യുക, വേറിനെ ഫസ്റ്റ് കൊണ്ടുവരിക, സബ്ജക്റ്റ് ഐ എ സെക്കൻഡ് കൊണ്ടുപോവുക. അത്രയേ ഉള്ളൂ ഇതിൽ. ആയിരുന്നു ഞാനൊരു സിംഹമെങ്കിൽ കാട്ടിലത്തെ അനിമൽസിനെ എല്ലാം ഞാൻ കൊല്ലുമായിരുന്നു എന്നാണ് പറയുന്നത്. Were I a lion? If ക്ലോസിൽ മാത്രമേ ഇൻവേർഷൻ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള പോയിന്റ് ഓർമ്മിക്കണം. Were I a lion? ആയിരുന്നു ഞാൻ ഒരു സിംഹമെങ്കിൽ കാട്ടിലത്തെ അനിമൽസിനെ ഞാൻ കൊല്ലുമായിരുന്നു. ഇതാണ് അതിന്റെ ഇൻവേർട്ടഡ് ആയിട്ടുള്ള സെന്റൻസ്, കണ്ടീഷണൽ സെന്റൻസ്.